ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ടൊരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഞാനിവിടെ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വലിയ വഴുതനങ്ങയാണ് കേട്ടോ. നമ്മളിത് ഓൺലൈനായിട്ട് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് കുറച്ച് ഒരു സവാളയുണ്ട്, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു വലിയ തക്കാളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2-3 ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് എണ്ണയിലൊന്ന് വഴന്ന് കിട്ടണം. മുളകൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം കൂടെ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇത്രയും വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴന്ന് കിട്ടണം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അരപ്പൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതിനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കുക. അരപ്പെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറേശ്ശെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത് പുറത്ത് പോകും. അങ്ങനെ വഴുതനങ്ങ എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേകാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഇപ്പോൾ വഴുതനങ്ങ കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കുറച്ച് ആവി കയറി കഴിയുമ്പോഴത്തേക്കും വഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറയും. അപ്പോൾ ഒന്ന് കുറഞ്ഞു വരട്ടെ. ഈ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് കട്ട തൈരും 1 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ തിളച്ച് ഒരു അരവേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പിടുകയാണെങ്കിൽ ഒരുപാട് ഉപ്പ് കൂടിപ്പോകും, കാരണം ഇത് ഒത്തിരി ഉള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അങ്ങ് വെന്ത് ഉടയണ്ട, വെന്ത് വരട്ടെ. അപ്പോൾ വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ വെന്ത് ഉടയുന്നൊരു പരുവായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഉടയ്ക്കേണ്ട, ഇത് കഷ്ണമായിട്ട് തന്നെ കിടക്കണം.
അപ്പോൾ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം പോരായെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പം വെള്ളം പോരായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കടലമാവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് പിരിഞ്ഞു പോയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തീയിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ താളിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ താളിക്കുന്നില്ല, കുറച്ച് കറിവേപ്പില മാത്രം ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.